ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊല്ലം, കണ്ണൂർ ജില്ലകൾക്കായി നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗം 2 ആദ്യത്തെ ഭാഗത്ത് നമ്മൾ 70 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ബാക്കി 30 ക്വസ്റ്റ്യൻസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. 71ാമത്തെ ചോദ്യം നോക്കാം. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. എത്ര എണ്ണമാണെന്നാണ് ചോദ്യം അല്ലേ. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെങ്കിൽ അതിൻ്റെ എത്ര വശങ്ങളാണ് അതിനുള്ളത് ബഹുഭുജത്തിന്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 വശങ്ങളായിരിക്കും അതിന് ഉണ്ടായിരിക്കുക. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 3. 72ാമത്തെ ചോദ്യം. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1200, ഓപ്ഷൻ ബി 1600, ഓപ്ഷൻ സി 1800 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി 2100. സോ ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 73ാമത്തെ ചോദ്യം. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 17ാമത്തെ ശ്രേണിയിലെ പദത്തിന്റെ വർഗമാണ് 2500. 74ാമത്തെ ചോദ്യം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്രയാണെന്നാണ് ചോദ്യം. 4000, 4160, 5160, 5260 ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. 4160 ആണ്. ഓക്കെ, 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര രൂപയാണ്? 4160 രൂപയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യം. 2 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1 1/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, 4 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട് 3 1/2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി 4 1/2 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 76ാമത്തെ ചോദ്യം. 1 × 2, 2 × 3, 3 × 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദ്യം. 440 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 440 ആണ്. 77ാമത്തെ ചോദ്യം. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2, 3:4 ആയാൽ വലിയ കോൺ എത്രയാണ്? 114 ആണ്. 78ാമത്തെ ചോദ്യം. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 60, 70, 80 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 80 ആണ്. 79ാമത്തെ ചോദ്യം. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയ ഓപ്ഷൻ എ 9 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 10 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി 11 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി 12 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യം. ഒരു ചിത്രത്തിലെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ ആംഗിൾ ACBയുടെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. ACBയുടെ അളവ് തന്നിട്ടുണ്ട് 260. അങ്ങനെ ആംഗിൾ ACBയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. 100 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്, 50 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്, 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, 30 ഡിഗ്രി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 50 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ, 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യമാണ്. ഇംഗ്ലീഷാണ് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഹാൻഡ് കർച്ചീഫ്സ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എഴുതി നോക്കുന്നതായിരിക്കും നല്ലത്. എഴുതി നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. HANDKERCHIEFS എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മളൊന്ന് എഴുതി നോക്കിയിട്ട് പറയുന്നതായിരിക്കും. അടുത്ത ചോദ്യം 82ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? ആ ഒരു മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡോഗ് ഇൻ ദ മാനേജർ പോളിസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോക്കിക്കേ, എ പേഴ്സൺ ഹു കൺസിഡേഴ്സ് അതേഴ്സ് വെരി ലോ ഇൻ സ്റ്റാറ്റസ്. ഓപ്ഷൻ ബി എ ഹൈപ്പോക്രാറ്റിക് പേഴ്സൺ. ഓപ്ഷൻ സി എ പേഴ്സൺ ഹു ഈസ് വെരി ലോയൽ ടു ഹിസ് മാസ്റ്റർ. ഓപ്ഷൻ ഡി എ മാൻ ഹു പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻജോയിങ്
ഡൂയിങ് സംതിങ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് 83-ാമത്തെ സ്പോട്ട് ദ എറർ സ്പോട്ട് ചെയ്യാനുള്ളതാണ്. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച് സ്കൂൾ ലേറ്റ്, നോ എറർ. അതിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണെന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ബട്ട് ഹി എന്നുള്ളതാണ് അതിൽ എറർ എന്ന് പറയുന്നത്. ഇനി ഫെസിമൈൽ എന്നതിൻ്റെ എന്താണ് അതിൻ്റെ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഫേക്ക്, ഓപ്ഷൻ ബി എക്സാക്ട് കോപ്പി എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത്. 85-ാമത്തെ ചോദ്യം. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. നീഡ് ഐ ഗോ അറ്റ് വൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയ ഓപ്ഷൻസ്. നവീൻ സെഡ് വി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ, അങ്ങനെയല്ല. ഓപ്ഷൻ ഡി നോക്കി. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു go just then. So option D is the right answer. 86-ാമത്തെ none of the workmen arrived dash did they ആണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, did they ആണ്. അടുത്തത് 87-ാമത്തെ ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് റാറ്റ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റാറ്റ് ആണ്. കാറ്റ് അല്ല, ടൈഗർ അല്ല, കൗ അല്ല. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റാറ്റ് ആണ്. അടുത്തത് 88-ാമത്തെ ചോദ്യം. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ്സ് ഈസ് വർത്ത് ടു ഡാഷ് ഇൻ ബുഷ്. റൈറ്റ് ആൻസർ എന്താണ്? റൈറ്റ് ആൻസർ ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ്. എ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 89-ാമത്തെ ചോദ്യം. ഹീസ് ബീങ് അക്യൂസ്ഡ് ഓഫ് തെസ്റ്റ് എന്നല്ലേ പറയാം അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓഫ് ആണ്. ഓക്കെ, എ ആണ് ഇതിലെ 89-ാമത്തെ ആൻസർ, എ ആണ്. 90-ാമത്തെ നോക്കാം. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺ ചേഞ്ച് ദ വോയിസ്. നോക്കി ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. എവരി വൺ കൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ 90-ാമത്തെ ആൻസർ സി ആണ്. ഇനി മലയാളമാണ് അവസാനത്തെ 10 ക്വസ്റ്റ്യൻ മലയാളമാണ്. 91 നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. തെറ്റാണ് അല്ലേ. കളിക്കുന്നതിനും പഠിക്കാനും നമ്മൾ പറയില്ല. രണ്ടാമത്തെ, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. മൂന്നാമത്തെ, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അതാണ് ശരിയായിട്ടുള്ള വാക്യപ്രയോഗം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. 91-ാമത്തെ സി ആണ്. ഈ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ സ്വാമികൾ, ഓപ്ഷൻ ബി അവർ, ഓപ്ഷൻ സി അവൻ, ഓപ്ഷൻ ഡി അത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സ്വാമികളാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? സ്വാമികളാണ്. ഓക്കെ, 93-ാമത്തെ ക്വസ്റ്റ്യൻ. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. വൈദികമാണ് അല്ലേ. വൈദികമാണ്. വേദത്വമല്ല, വേദിയല്ല, വേദപമല്ല, വൈദികമാണ്. 94-ാമത്തെ ക്വസ്റ്റ്യൻ. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? അക്ഷണികം എന്ന് കൊടുത്തിട്ടുണ്ട്, ശാശ്വതം എന്ന് കൊടുത്തിട്ടുണ്ട്, നശ്വരം എന്ന് കൊടുത്തിട്ടുണ്ട്, നൈമിഷികം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ശാശ്വതമാണ്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ശാശ്വതമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 95-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നിലാവ് എന്ന് പറയുമ്പോൾ ചന്ദ്രിക, കൗമുദി വരും. അതുപോലെ തന്നെ നിലാവ് തിങ്കൾ, ഭാസ്കരൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ചന്ദ്രിക, കൗമുദി തന്നെയാണ്. പിന്നെ ഏതാണ്? നിശീതിനി രാവ് എന്ന് പറയുന്നുണ്ട്. നിലാവിന് താരകം എന്നൊക്കെ പറയുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നിലാവ്, ചന്ദ്രിക, കൗമുദിയാണ്. ഇനി 96-ാമത്തെ ക്വസ്റ്റ്യൻ. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. അമ്പലം വിഴുങ്ങുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അതിവിടെ ഓപ്ഷൻ എയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി നോക്കിക്കുക, അമ്പലത്തെ വിഴുങ്ങുക. ഓപ്ഷൻ സി അമ്പലം ചുറ്റുക. ഓപ്ഷൻ ഡി എല്ലാം നശിപ്പിക്കുകയല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത് 97-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുകയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. വീണ്ടും അതേ ശരിയായ പദമാണ്. ഭഗവത്ഗീത എങ്ങനെയാണ് എഴുതുക? ഭഗവത്ഗീത എന്ന് എഴുതുന്നത് ശരിയായ പദമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഭഗവത്ഗീത. 98-ാമത്തെ ക്വസ്റ്റ്യൻ. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വിൻ പ്ലസ് സ്ഥലമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വിൻ പ്ലസ് സ്ഥലമാണ്. 99-ാമത്തെ ക്വസ്റ്റ്യൻ. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? തലയിലെ വേദന എന്നുള്ളതാണ് അല്ലെ. തലയുടെ വേദനയല്ല, തലയും വേദനയുമല്ല. ഏതാണ്? തലയിലെ വേദന എന്നുള്ളതാണ്
100ാമത്തെ ചോദ്യം. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മാലേയമാണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മാലേയം എന്നുള്ളതാണ് ഏത്? ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം. ഓക്കെ, അപ്പം നമ്മൾ കൊല്ലം, കണ്ണൂർ ജില്ലകൾക്കായി നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.